ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചു നേരം അങ്ങനെ ബെഡിലിരുന്നു, പിന്നെ വെള്ളം കുടിച്ചു. അതിനുശേഷം നമ്മൾ മിററിൻ്റെ മുന്നിൽ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അതിനുശേഷമാണ് ഒരാൾ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് താഴേക്ക് വന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്, ചിന്നു എന്നാണ് പേര്. അപ്പോൾ അവൾ ഒരു സ്ലീപ്പ് ഓവറിന് വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ആൾ എത്തിയിട്ടുണ്ട്. ആൾ എന്നെ കാണാൻ മഞ്ജുവൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് റെഡിയായി. പൊതുവേ എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഇതേ മുടി ചീകി കെട്ടി, പിന്നെ ഇതേ ഒന്നുകൂടെ മിററിൽ നോക്കി കോൺഫിഡൻസ് ഉറപ്പുവരുത്തി. ഞാൻ താഴെ എത്തുമ്പോഴേക്കും ആളിതേ ഫുഡടി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചധികം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ദിവസത്തെ ഫുൾ എനർജി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് സേവ് ചെയ്ത് വെക്കാറ്. അതിനുശേഷം ചിന്നു ഇതേ കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള റീൽസ് കാണിച്ചു തരുമായിരുന്നു എനിക്ക്. എന്നിട്ടപ്പോഴത്തേക്കും ഇതേ മൂത്തയും മോളും കൂടെ പരദൂഷണ കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇത് പരദൂഷണം പറച്ചിലാണെങ്കിലും ഞങ്ങൾക്കിത് നാട്ടുകാരും പറച്ചില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അത് അവസാനിപ്പിച്ചു. ഇതിലും ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പറമ്പായിരുന്നേ നമ്മളത്. പക്ഷെ മതിലിനൊക്കെ കുറച്ച് ഭീഷണിയായതുകൊണ്ട് കുറച്ച് മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സാധാരണ വരാറുള്ള കിളികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള ക്ലീനിങ് പരിപാടിയാണ് നിങ്ങളീ കാണുന്നത്. ആക്ച്വലി ലഞ്ച് കഴിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കാണിക്കാനും നമുക്ക് ഓർമ്മ വന്നതും ഇല്ല. നാളെ അമ്മയുടെ ഒരു കസിൻ്റെ കുഞ്ഞു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയാണ്. ബേബിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ചിന്നുവും അമ്മയും കൂടെ ഒന്ന് കൊയിലാണ്ടി ശോഭിക വരെ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഐലൈനർ എഴുതി, മുടി ചീകി കെട്ടി, കമ്മലിട്ട്, ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടതോടുകൂടെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ കുറച്ച് നേരം കൂടെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടുള്ള ആ ഒരു പ്രഹസനം, സ്വന്തം മുഖം സ്വയം ആസ്വദിക്കുക. അതെ, ബാക്കിയുള്ളവരൊക്കെ റെഡിയായി കഴിഞ്ഞ് എന്നെയും കാത്തിരിക്കുകയാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, മേ ബി വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം അമ്മയുടെ അടുത്തുനിന്ന് എനിക്ക് വഴക്ക് കേൾക്കാതിരുന്നത്. പൊതുവേ ഈ വീട്ടിൽ നിന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും അവസാനം റെഡിയാവുന്ന ആളാണ് ഞാൻ. ഞങ്ങളിതേ ശോഭിക എത്താറായി. കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി. അങ്ങനെ അമ്മയും ചിന്നുവും കൂടെ കൂലങ്കഷമായി ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു സെക്ഷനിൽ നോക്കി, പിന്നെ വേറൊരു സെക്ഷനും കൂടെ അവർ കാണിച്ചു തന്നു. അവസാനം ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഒന്നും കൂടെ നന്നായി ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടെ 3 ഡ്രസ്സ് എടുത്തു. ഒബ്വിയസ്ലി ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജ്യൂസ് കൂടി നിർബന്ധമാണല്ലോ, ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന സാഹചര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ ശോഭികയുടെ തൊട്ടടുത്തുള്ള ബോസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ റെസ്റ്റോറൻറ്റിൽ കയറി. എവിടെ മിറർ കണ്ടാലും നമ്മൾ ചെയ്യുന്നൊരു പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിന്ന് തന്നു. ഒരു ചിക്കു, ഒരു സ്ട്രോബെറി, ഒരു അവക്കാഡോ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാൻ നോക്കുവാണ്. സോ ഇതാണ് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.